വ്രതാനുഷ്ഠാനത്തോടെയാണ് പിതൃമോക്ഷത്തിനായി കർക്കിടകവാവ് ബലി അർപ്പിക്കുന്നത്. ഒരിക്കൽ വ്രതം ഉൾപ്പെടെ ഇതിന്റെ ഭാഗമാണ്. കടൽത്തീരങ്ങളിലും ക്ഷേത്രങ്ങളിലും ബലിതർപ്പിക്കുന്നതിലും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തിമാരായ ശ്യാം NS കുമാർ നെടുമന്മറവും മഹേഷ് ഭട്ടതിരി ആലപ്പുറത്ത് മഠവും വാവുബലിയുടെ വ്രതാനുഷ്ഠാനങ്ങൾ വിശദീകരിക്കുന്നു. ജനം ഓൺലൈൻ പ്രതിനിധി കാർത്തികാഞ്ജന തയ്യാറാക്കിയ റിപ്പോർട്ട്. കർക്കിടക വാവ് ബലി അർപ്പിക്കാൻ പോകുന്ന ഒരു ഭക്തൻ പാലിക്കേണ്ടതായ വ്രതങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കർക്കിടക വാവ് ബലി അർപ്പിക്കാൻ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരാഴ്ച എല്ലാവരും പറയും തലേ ദിവസം ഒരു നേരത്തെ അരിയാഹാരം കഴിക്കുക. അതുമല്ല മനഃശുദ്ധിയും വ്രതശുദ്ധിയും എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏതൊരു പുണ്യപ്രവൃത്തിക്കും മനഃശുദ്ധിയും വ്രതശുദ്ധിയും ശരീരശുദ്ധിയും വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടുന്നത് കൊണ്ട് നമ്മൾ ആഹാര നിയന്ത്രണത്തിൽ കൂടി നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കുകയും ഈ ചെയ്യുന്ന പ്രവൃത്തി എന്തെന്നുള്ള അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും വേണ്ടി അവർ വ്രതശുദ്ധി അനുഷ്ഠിക്കണം എന്ന് പറയുന്നത്. ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ? കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വ്രതശുദ്ധി എന്ന് പറയുമ്പോൾ തന്നെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റ് ദുശീലങ്ങളൊക്കെ ഒഴിവാക്കുക, നല്ല ശീലങ്ങളൊക്കെ വാക്കിൽ പോലും നമ്മൾ മറ്റുള്ള ഒരാളെ വേദനിപ്പിക്കാതെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പോലും മറ്റൊരാളെ വേദനിപ്പിക്കാതെ വരുന്നതാണ് വ്രതശുദ്ധി എന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ ഉടനീളം പുലർത്തിയാൽ അത്രയും നല്ലത്. അപ്പോൾ അതുപോലെ തന്നെ ആഹാരത്തിൻ്റെ ഈ നിയന്ത്രണം വെച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റ് മത്സ്യമാംസാദികളൊന്നും കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആചാരത്തിൻ്റെ ഒരു ഭാഗം. ക്ഷേത്രത്തിൽ നടത്തുന്നതും അല്ലെങ്കിൽ നദീതീരത്തോ കടൽ തീരത്തോ നടത്തുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇതിന് ഏറ്റവും അധികം ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലം വലിയൊരു ഘടകമാണ്. തർപ്പണത്തിന്റെ ഭാഗമായിട്ട് ജലമെന്ന് പറയുന്നത് അതും ശുദ്ധവൃത്തിയായിട്ടുള്ള ജലം എന്നാണ് പറയുന്നത്. അപ്പം അതിന് ഏറ്റവും ഭംഗിയായിട്ട് കിട്ടുന്നതിന് ഒഴുക്ക് ജലമാണ്. ഒഴുക്ക് ജലത്തിൽ അശുദ്ധി ഇല്ലെന്നാണ് പറയുന്നത്. അപ്പം ഏറ്റവും അധികം നമുക്ക് ഉപയോഗിക്കാനും ശുദ്ധമായിട്ട് ചെയ്യാനും നദികളിലെ ജലം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നദികളിലും പുഴകളിലും ഒക്കെ കടൽത്തീരങ്ങളിലും ഒക്കെ ബലിതർപ്പണം നടത്തുന്നത് നല്ലതാണെന്ന് പറയുന്നത്.